നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ വിവാദങ്ങളിൽ ആകാറുണ്ട്. കാരണം അവരുടെ വിദേശയാത്രകൾ യാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിന് പ്രയോജനം ലഭിക്കാതിരിക്കുക, തീർത്തും അപ്രസക്തമായ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലും പരിഗണിക്കാതെയുള്ള ടൂറുകൾ, ഇതെല്ലാമാണ് പലപ്പോഴായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങളെല്ലാം വിവാദത്തിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വിദേശയാത്രകൾ അത് അത്യന്തം ദുരൂഹമാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നൽകാതെയാണ് ഈ യാത്രകൾ നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അത് സ്വകാര്യ യാത്രയാണ് എന്ന് പറയപ്പെടുന്നു. ആ സ്വകാര്യ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ ചുമതല അതൊരു മന്ത്രിസഭയിലെ ഒരു സീനിയർ മോസ്റ്റ് മന്ത്രിക്കാകും സ്വാഭാവികമായും അത്തരത്തിലുള്ള ചുമതല കൈമാറിക്കൊണ്ട് ഇത്തരത്തിൽ വളരെയധികം ദിവസം നീളുന്ന വിദേശ സന്ദർശനങ്ങൾക്കും അവധി ആഘോഷങ്ങൾക്കുമൊക്കെ മുഖ്യമന്ത്രിമാർ പോകാറുള്ളത്. പക്ഷേ ഇവിടെ ആരെയും ചുമതല ഏൽപ്പിക്കാതെ, ഔദ്യോഗികമായി ചുമതല ഏൽപ്പിക്കാതെ എന്ന് തന്നെ പറയണം. ചുമതല പലർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഔദ്യോഗികമായി നിയമപരമായി ചുമതല കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് ഈ ചുമതല കൊടുത്തത് എന്ന ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ആർക്കും ചുമതല കൈമാറാതെയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ പണത്തിൻ്റെ സ്രോതസ് എന്താണ്? ഇത് ഖജനാവിൽ നിന്നെടുക്കുന്ന പണമാണോ അതോ മുഖ്യമന്ത്രിയുടെ പണമാണോ എന്നിങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. സ്പോൺസർ ആര് എന്ന ചോദ്യം പോലും ഉയർന്നിരുന്നു. ആ സമയത്തെല്ലാം പാർട്ടിയും സർക്കാരുമെല്ലാം അതിനെ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് പ്രതിരോധിച്ചു. ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര നടക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയും വിദേശയാത്രകൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പോയ ഏതാണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വിദേശ സന്ദർശനം നടത്തി. രണ്ടുപേരുടെയും സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറയുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കൊണ്ടുള്ള ഒരു വലിയ ഗ്രാൻഡ് ടൂർ ആയിരുന്നു എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വിദേശ സന്ദർശനം പൂർത്തിയാക്കി വന്നത്. പിന്നീട് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വിദേശ സന്ദർശനമുണ്ടായി. ഇപ്പോഴിതാ ബാർക്കോഴ വിവാദം കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ബാർക്കോഴ വിവാദം പുറത്തായി മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ എക്സൈസ് മന്ത്രി എം ബി രാജേഷും വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നു. ഈ വിദേശയാത്രകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കേരളത്തിൽ ആർക്കും അറിയില്ല എന്ന് തന്നെ പറയണം. ഗവർണർ പോലും, മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഗവർണറെ അറിയിക്കേണ്ടതാണ്, പക്ഷേ ഗവർണർ പോലും മാധ്യമങ്ങളിലൂടെയാണ് അതറിഞ്ഞത് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എം ബി രാജേഷിൻ്റെ യാത്രയാണ് വിവാദമാകുന്നത്, അത്യന്തം ദുരൂഹമാണ് എന്ന് പറയുക കൂടിയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം പറയുന്നത് വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി ഈ സന്ദർശനത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. വലിയൊരു അഴിമതി ആരോപണം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം അത് പുറത്തായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് അത്യന്തം ദുരൂഹമാണ്. 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 10-11 ദിവസത്തിലധികം ഈ മന്ത്രി വിദേശത്തായിരിക്കും. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതി ഇത്തരം വിദേശയാത്ര ആവശ്യമാണ്. അതായത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ് വേണ്ടത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് പലതവണ കേന്ദ്രമന്ത്രിമാരുടെയും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ വിദേശയാത്രകളെക്കുറിച്ച് അല്ലെങ്കിൽ വിദേശയാത്ര നടത്തുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ പലതവണ ഇത്തരത്തിലുള്ള സർക്കുലറുകൾ ഇറക്കിയിട്ടുണ്ട്. അത് 26 ഓഗസ്റ്റ് 2010 അത്തരത്തിലൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിനോട് ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സെപ്റ്റംബർ 29, 2014 മറ്റൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് സർക്കുലർ പ്രകാരം ഒരു സംസ്ഥാന മന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ ആ യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരിക്കണം എന്ന് മാത്രമല്ല, രാഷ്ട്രീയവും FCRA പൊളിറ്റിക്കൽ ക്ലിയറൻസും FCRA ക്ലിയറൻസും ഉണ്ടായിരിക്കണം. അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഉണ്ടായിരിക്കണം എന്ന് ഈ 2 സർക്കുലറുകൾ പറയുന്നുണ്ട്. അതായത് വിദേശ നാണ്യ വിനിമയ നിയമം അതുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് ഉൾപ്പെടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും വിദേശയാത്ര നടത്താൻ പാടുള്ളൂ. എന്നാൽ ഇത്തരം പല നിയമങ്ങളും
പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തായി, അതായത് 2023 ഫെബ്രുവരി 28 കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് വീണ്ടും ഈ നേരത്തെ പറഞ്ഞ 2 സർക്കുലറുകളുടെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർക്ക് വീണ്ടും ഒരു സർക്കുലർ ഇറക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി പറയുന്നതനുസരിച്ച് MP രാജേഷിൻ്റെ യാത്രയ്ക്ക് വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി നൽകിയിട്ടില്ല. അതായത് 24-ാം തീയതി നിശ്ചയിക്കപ്പെട്ട യാത്രയ്ക്ക് MP രാജേഷ് അനുമതി തേടുന്നത് 22-ാം തീയതി മാത്രമാണ്. അതിനുള്ളിൽ അനുമതി നൽകാനാകാത്തതുകൊണ്ട് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല. ഈ അനുമതി ലഭിക്കാതെയാണ് ഈ MP രാജേഷ് വിദേശത്തേക്ക് പോയത് എന്നത് അത്യന്തം ദുരൂഹമാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പോലും പറയുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.